ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ടർക്കി ചിക്കനാണെന്നും പറയുന്നുണ്ട്, തുർക്കി ചിക്കനാണെന്നും പറയുന്നുണ്ട്. എന്തോ ചിക്കനാണ്. അത് ഞാൻ തയ്യാറാക്കണം എങ്ങനെ നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് എല്ലില്ലാത്ത പീസ്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പാകത്തിന് ഉപ്പ്, തൈര് ഇതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിതൊന്ന് കുക്കായി വരട്ടെ. നമുക്ക് മൂടി വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. ഇതെല്ലാവരും തയ്യാറാക്കി, ഞാനിപ്പോഴാണിത് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായതിനു ശേഷം പൊടിയായി അരിഞ്ഞ കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ എപ്പോഴും പറയും പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്ലീസ്. നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽ തിളപ്പിച്ചിട്ട് നല്ല ഡയറക്റ്റായി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചില്ലി ഫ്ലെക്സ്, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഒറിഗാനോ, പാകത്തിനുള്ള ഉപ്പ്. ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഉടച്ചെടുക്കണം കേട്ടോ. നമുക്കൊന്ന് മിക്സാക്കി ഇത് പാലിൽ മൈദയൊക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കണം കേട്ടോ. മൈദൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ കുക്കാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രെഡ് ചെയ്യല്ല, ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടർക്കി ചിക്കൻ റെഡി. അടിപൊളി ടേസ്റ്റ് ചെയ്തു കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.